യഥാർത്ഥത്തിൽ എന്താണ് മതരാഷ്ട്രീയം? നമ്മുടെ രാജ്യം ഹിന്ദു മതക്കാരുടേതാണെന്നും ആ മതക്കാരുടെ ഭൂരിപക്ഷമുള്ളൊരു രാജ്യത്തിനകത്ത് മറ്റു മതക്കാർ പ്രത്യേക പൗരാവകാശങ്ങളില്ലാതെ ആ സംസ്കാരത്തിന് കീഴ്പ്പെട്ട് ജീവിച്ചുകൊള്ളുകയാണ് വേണ്ടതെന്ന് പറയുന്നതിനെയാണ് മതരാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഹിന്ദുത്വ രാഷ്ട്രീയം ഹിന്ദുരാഷ്ട്രമെന്ന സംജ്ഞയോടെ അവതരിപ്പിക്കുന്നത്. അത് ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുള്ളൊരു കാര്യമാണ് എന്നാരും ധരിക്കേണ്ടതില്ല. മറുഭാഗത്ത് ഇസ്ലാം മതരാഷ്ട്രീയം മതാടിസ്ഥാനത്തിൽ ഒരു രാജ്യമുണ്ടാക്കണം എന്നാഗ്രഹിക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തെ ഇപ്പോൾ കാണുന്നൊരു രൂപമായിട്ടാണ് താലിബാൻ. മീഡിയ വൺ ചാനൽ നമ്മൾ കണ്ടു. വിസ്മയം പോലെ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ കാബൂൾ പിടിച്ചടക്കിക്കൊണ്ട് അധികാരം പിടിച്ചപ്പോൾ കേരളത്തിലെ മാധ്യമ ദിനപത്രം മീഡിയ വൺ ചാനലുമൊക്കെ ആഹ്ലാദം കൊണ്ടത് താലിബാനെ പിന്തുണച്ചുകൊണ്ടാണ്. ലോകത്തെ ഇസ്ലാമിക ഫാസിസം നടപ്പാക്കുന്ന താലിബാനും ഹിന്ദുമതത്തെ അടിസ്ഥാനപ്പെടുത്തി ഹിന്ദുത്വയുടെ കാവ്യരാഷ്ട്രീയം നടപ്പാക്കുന്ന ഇന്ത്യൻ ഫാസിസ്റ്റുകളായ RSSും BJPയും എല്ലാം ഇക്കാര്യത്തിൽ ഒരേപോലെ സമാന മനസ്കരാണ്, ഒരേ തൂവൽ പക്ഷികളാണ്. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു മതരാഷ്ട്രീയത്തെ എതിർക്കുന്നതിന് മറ്റൊരു മതരാഷ്ട്രീയത്തെ കൂട്ടുപിടിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വത്ത് രാഷ്ട്രീയം നടപ്പാക്കുന്ന മതരാഷ്ട്രീയത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത്. 1986 വിജയവാഡയിലെ CPMൻ്റെ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയം ചൂണ്ടിക്കാണിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമ്മൾ RSSനെതിരായ BJPക്കെതിരായ പോരാട്ടം നടത്തുന്നതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷ മതരാഷ്ട്രീയവുമായി വേദി പങ്കിട്ടാൽ അതിലൂടെ ഭൂരിപക്ഷ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രാഷ്ട്രീയം ശക്തിപ്പെടും. ഇതാണ് മതനിരപേക്ഷതയിൽ CPM എക്കാലത്തും വിശ്വസിക്കുന്നത്.